അതായത് UDF സർക്കാരിന്റെ പ്ലീഡർ നിയമനങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ നിന്നും പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. സുപ്രധാന പോസ്റ്റുകളിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയമുള്ളവരെ അവഗണിച്ച് RSS ABVP പ്രവർത്തകരെയൊക്കെ പരിഗണിക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണം കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളും ആവർത്തിച്ചതോടെ പ്രശ്നം പാർട്ടിക്കുള്ളിൽ ഗുരുതരമാണ് എന്ന് വ്യക്തമാവുകയാണ്. ഏറ്റവും ഒടുവിൽ തൃശൂർ ജില്ലയിൽ നിന്നുള്ള ABVP നേതാവിന്റെ നിയമനമാണ് വിവാദത്തിലായത്. ഈ സാഹചര്യത്തിൽ ഇന്ന് ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നു. നിയമനങ്ങളിലെ UDF നിലപാട് പാളിയോ? ന്യൂസ് ആംഗിളിലേക്ക്. വിശകലനങ്ങളുമായി ഗൗതമാണ് നമുക്കൊപ്പം ചേർന്നത്. ഗൗതം, ഗുഡ് മോർണിംഗ്. ഈ സർക്കാരിന്റെ പ്ലീഡർ നിയമനങ്ങളിലൊക്കെ വ്യാപകമായ അതൃപ്തിയുണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ. പ്രത്യേകിച്ച് ലോയേഴ്സ് കോൺഗ്രസ് ഒക്കെ കഴിഞ്ഞ ദിവസം വലിയ വിമർശനം, പൂക്കി സർക്കാർ ഈ നിയമനങ്ങളിലൊക്കെ പട്ടിവില നൽകുന്നില്ല എന്നുള്ള കടുത്ത വിമർശനമൊക്കെ ഉന്നയിച്ചിരുന്നു. ഈ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെയും ABVP പ്രവർത്തകർ വരുന്നു, സംഘപരിവാർ അനുകൂല അഭിഭാഷകർ വരുന്നു, അതേപോലെ CPM പ്രവർത്തകർ വരുന്നു. ഇതിലൊക്കെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ട്. എന്താണ് UDF-നുള്ളിൽ ഇതിൽ നടക്കുന്നത്? ഇത് തീർച്ചയായിട്ടും 10 വർഷം വലിയ തരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തി രാഷ്ട്രീയ പോരാട്ടം നടത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകർ UDF സർക്കാരിനെ അധികാരത്തിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ പങ്കാളികളായി മാറിയത്. ആ ശ്രമങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഉന്നയിക്കുന്നത്. ഏറ്റവും ഒടുവിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നും ശരത്ത് എന്ന മുൻകാല ABVP പ്രവർത്തകനായിരുന്ന ആളെ ഗവൺമെൻറ് പ്ലീഡറായി നിയമിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവാദം ശക്തമായിരിക്കുന്നത്. VT ബൽറാമും അതോടൊപ്പം തന്നെ OJ ജനീഷും ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അറിയാമായിരുന്നിട്ടും ABVP പ്രവർത്തകനാണ്, RSS പ്രവർത്തകനാണെന്ന് അറിയാമായിരുന്നിട്ടും ശരത്തിനെ പരിഗണിച്ചതിലാണ് അനൂപ് വിയാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന നിയമനമെന്ന പ്രതിപക്ഷ വിമർശനത്തിനെ സാധൂകരിക്കുന്ന തരത്തിലായിരുന്നു കോൺഗ്രസ് നേതാക്കളും പ്രതികരണം നടത്തിയത്. നേരത്തെ നമുക്കറിയാം, നിയമനങ്ങളെ സംബന്ധിച്ച് ഇടതനുകൂല നേതാക്കളെ, ഇടതനുകൂല സംഘടനകളുടെ നേതാക്കളെയും SFI പ്രവർത്തകരായിരുന്ന ആളുകളെയും ഒക്കെ സർക്കാർ പ്ലീഡർമാരായി നിയമിക്കുകയും അത് പിന്നീട് രാജിവെക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. തുടർന്നാണ് ഈ RSS ബന്ധമുള്ള ആളുകളെ കൂടി പരിഗണിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിൽ കോഴിക്കോട് നിന്നുള്ള PM നിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമങ്ങൾ നടത്തുകയും ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും യാതൊരു ഫലവും ഉണ്ടാകാത്ത സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കൂടുതൽ നേതാക്കൾ വിമർശനവുമായി രംഗത്തെത്തുന്നത്. കോൺഗ്രസിന് വേണ്ടി പണിയെടുത്ത ആളുകളെ പടിക്ക് പുറത്ത് നിർത്തിക്കൊണ്ട് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിലുള്ളവരെ സുപ്രധാന പോസ്റ്റുകൾ നിയമിക്കുന്നത് വഴി എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം നിയമനങ്ങൾ നടക്കുന്നത് എന്ന് മുഖ്യമന്ത്രി തന്നെ മറുപടി പറയണമെന്ന് ഒരുപടി കൂടി കടന്നുകൊണ്ടുള്ള വിമർശനത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നേരത്തെയും ആരോഗ്യവകുപ്പിലെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെയും നിയമനങ്ങളെ സംബന്ധിച്ചും ഗവൺമെൻറ് പ്ലീഡർമാരുടെ നിയമനങ്ങളെ സംബന്ധിച്ച് നേരത്തെയും വിമർശനം ഉന്നയിക്കപ്പെട്ടിരുന്നു. ആ വിമർശനങ്ങളൊക്കെ തന്നെയും അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ അത് തുടരും എന്നുള്ള തരത്തിലേക്ക്, ആ നിലപാടിൽ നിന്ന് മാറ്റമില്ലാതെ തുടരുമെന്ന തരത്തിലാണ് ഇപ്പോൾ സർക്കാർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നതാണ് ഈ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം. അർഹതപ്പെട്ട ആളുകൾ നിൽക്കുമ്പോൾ, കോൺഗ്രസിൻ്റെ തന്നെ രാഷ്ട്രീയമുള്ളവർ നിൽക്കുമ്പോൾ എന്തിനാണ് ഈ പരിഗണന എന്ന് സംബന്ധിച്ചാണ് ഇവർക്ക് ഉത്തരം കിട്ടേണ്ടത്. ആ ഉത്തരം സ്വാഭാവികമായും നൽകേണ്ട ബാധ്യത കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾക്കും ഒപ്പം സർക്കാരിനുമുണ്ട്. ആ ഉത്തരം ലഭിക്കുന്നില്ല എന്നതാണ് ഈ നിയമനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവകരമായ ഒരു വസ്തുതയെ നിലനിൽക്കുന്നത്. LDF സർക്കാരിനെതിരെ നിയമന വിവാദം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് വലിയ വിവാദങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ച UDF അധികാരത്തിലെത്തുമ്പോൾ, അല്ലെങ്കിൽ സർക്കാർ രൂപീകരിച്ച് ഭരണം നിർവഹിക്കുമ്പോൾ അതിനേക്കാൾ മോശമായ പാർട്ടികളിൽ തന്നെ ഈ നിയമനങ്ങളിലൊക്കെ ഭിന്നാഭിപ്രായമുണ്ട്, അവർക്ക് പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം സർക്കാരിനെ പലതരത്തിൽ അറിയിക്കുന്നുമുണ്ട്. സർക്കാർ തിരുത്തുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്നറിയേണ്ടതാണ്.